ഇനി നോക്കാം ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. പ്രതിസന്ധികളിൽ ഉലഞ്ഞ സ്പൈസ് ജെറ്റ്. സെപ്റ്റംബർ പാദത്തിൽ വിമാന കമ്പനിയുടെ നഷ്ടം 635 കോടി രൂപയായി ഉയർന്നു. സെപ്റ്റംബർ പാദത്തിൽ അറ്റനഷ്ടം 635.42 കോടി രൂപയായി വർദ്ധിച്ചതായി സ്പൈസ് ജെറ്റ് ബുധനാഴ്ച റിപ്പോർട്ട് ചെയ്തു. നിരവധി പ്രതിസന്ധികൾ നേരിട്ട എയർലൈൻ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 447.54 കോടി രൂപയുടെ അറ്റനഷ്ടം രേഖപ്പെടുത്തിയിരുന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ കമ്പനി പോസിറ്റീവ് സാമ്പത്തിക പ്രകടനം പ്രതീക്ഷിക്കുന്നു. വ്യോമമേഖലയിലെ തുടർച്ചയായ നിയന്ത്രണങ്ങൾ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചുവെന്നും പ്രവർത്തന ചെലവിൽ കുത്തനെ വർധനവിന് കാരണമായെന്നും എയർലൈൻ പറഞ്ഞു. നിർത്തിവെച്ച സർവീസുകളുമായി ബന്ധപ്പെട്ട് 120 കോടി രൂപയുടെ ചെലവും സർവീസിൽ തിരിച്ചെത്തിയ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട് 30 കോടി രൂപയുടെ ചെലവും സ്പൈസ് ജെറ്റിന് ഉണ്ടായി. BSEയിൽ സമർപ്പിച്ച ഫയലിംഗ് പ്രകാരം സെപ്റ്റംബർ പാദത്തിലെ ഏറ്റവും പുതിയ പാദത്തിലെ മൊത്തം വരുമാനം കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 1078.21 കോടി രൂപയിൽ നിന്ന് 835.31 കോടി രൂപയായി കുറഞ്ഞു. സെപ്റ്റംബർ പാദത്തിൽ സ്പൈസ് ജെറ്റ് 19 വിമാനങ്ങൾക്കുള്ള പാട്ടക്കരാർ നൽകി. ശൈത്യകാല ഷെഡ്യൂളിൽ സർവീസുകൾ ഇരട്ടിയിലധികം വർദ്ധിപ്പിക്കാൻ പദ്ധതിയിടുന്നുണ്ടെന്ന് എയർലൈൻ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മഹീന്ദ്രയുടെ ബോൺ ഇലക്ട്രിക് ശ്രേണിയിലെ പുതിയ പ്രീമിയം SUV-യായ XEV V9S നവംബർ 27 പുറത്തിറങ്ങും. വലിയ കുടുംബങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത ഈ വാഹനം 600 കിലോമീറ്റർ റേഞ്ച്, മുൻവശത്തെ അധിക ലഗേജ് ഏരിയ എന്നിവയുൾപ്പെടെ നിരവധി ആകർഷകമായ സവിശേഷതകളുമായാണ് എത്തുന്നത്. മഹീന്ദ്രയുടെ ബോൺ പ്രീമിയം ഇലക്ട്രിക് SUV-കളുടെ ശ്രേണിയിൽ നവംബർ 27 മൂന്നാമത്തെ മോഡലായ XEV 9S പുറത്തിറങ്ങും. കമ്പനിയുടെ പുതിയ ഫ്ളാഗ്ഷിപ്പ് മോഡലായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്ന XEV 9S ഇന്ത്യയിലെ ഇതുവരെയുള്ള ഏറ്റവും സങ്കീർണമായ ഇലക്ട്രിക് വാഹനങ്ങളിൽ ഒന്നായിരിക്കും. 7 മുതിർന്നവർക്കിരിക്കാവുന്ന 2+3+2 സീറ്റിംഗ് ലേഔട്ടാണ് വാഹനത്തിലുണ്ടായിരിക്കുക. വലിയ കുടുംബങ്ങൾക്കും വലിയ ഗ്രൂപ്പുകളായി പലപ്പോഴും യാത്ര ചെയ്യുന്ന ഉപഭോക്താക്കൾക്കും ഇത് ഒരു മികച്ച തെരഞ്ഞെടുപ്പായിരിക്കും. മൂന്നാം നിര യാത്രക്കാർക്ക് കയറാനും ഇറങ്ങാനും സഹായിക്കുന്നതിന് വൺ ടച്ച് ടംബിൾ ഡൗൺ ലിവറുള്ള രണ്ടാം നിര സീറ്റ് ഇതിലുണ്ടായിരിക്കാം. മൂന്നാം നിര യാത്രക്കാർക്ക് പ്രത്യേക AC വെന്റുകളും ചാർജിംഗ് പോർട്ടുകളും ഉണ്ടായിരിക്കും. 3 നിര SUV-കൾക്ക് സാധാരണയായി പരിമിതമായ കാർഗോ സ്ഥല സൗകര്യമായിരിക്കും ഉണ്ടാവുക. എന്നാൽ XEV 9S-ൽ അങ്ങനെയല്ല. ബോണറ്റിനടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അധിക ലഗേജ് ഏരിയ ഇതിനുണ്ടായിരിക്കും. ഇത് 150 ലിറ്റർ അധിക കാർഗോ സ്ഥലം വാഗ്ദാനം ചെയ്യുന്നു. വേരിയബിൾ റേഷ്യോ പവർ സ്റ്റിയറിംഗ്, സെമി അഡാപ്റ്റീവ് സസ്പെൻഷൻ, ജസ്റ്റർ കൺട്രോൾഡ് പവർ ടെയിൽ ഗേറ്റ്, വിഷ്വൽ സ്കേപ്പുകളുള്ള ട്രിപ്പിൾ ഡാഷ്ബോർഡ് ഡിസ്പ്ലേകൾ, ഓഗ്മെന്റ് റിയാലിറ്റി ഹെഡ്-അപ്പ് ഡിസ്പ്ലേ, ഇന്റഗ്രേറ്റഡ് ആംബിയന്റ് ലൈറ്റിംഗുള്ള പനോരമിക് സൺറൂഫ് തുടങ്ങിയ നിരവധി പ്രീമിയം സാങ്കേതിക വിദ്യകൾ മഹീന്ദ്ര XEV 9S-ൽ ഉൾപ്പെടുത്തും. മഹീന്ദ്ര XEV 9S-ന് ഏകദേശം 600 കിലോമീറ്റർ ഔദ്യോഗിക റേഞ്ച് റേറ്റിംഗ് ഉണ്ടായിരിക്കും. യഥാർത്ഥ മെട്രോ ഡ്രൈവിംഗ് സാഹചര്യങ്ങളിൽ ഇത് 450 കിലോമീറ്ററിലധികം റേഞ്ച് നൽകും. ഇത്രയും ദൂരം വാഹനം ഓടിക്കേണ്ടതില്ലാത്ത ഉപഭോക്താക്കൾക്കായി ഒരു സ്റ്റാൻഡേർഡ് റേഞ്ച് വേരിയന്റും പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നവംബറിൽ ഹുണ്ടായി തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് 7 ലക്ഷം രൂപയുടെ ഡിസ്കൗണ്ട് നൽകുന്നു. ഹുണ്ടായി അയോണിക് 5 ഇലക്ട്രിക് SUV-ക്ക് 7.05 ലക്ഷം രൂപ വരെ വൻ കിഴിവ്. 2025 നവംബറിൽ ഗ്രാൻഡ് ഐ10 നിയോസ് ഹാച്ച്ബാക്ക്, എക്സ്റ്റർ സബ് കോമ്പാക്ട് SUV, i20 ഹാച്ച്ബാക്ക്, വെന്യൂ സബ് കോമ്പാക്ട് SUV, അൽക്കാസർ SUV, അയോണിക് 5 ഇലക്ട്രിക് SUV എന്നിവയുൾപ്പെടെ തിരഞ്ഞെടുത്ത മോഡലുകളിൽ ഹുണ്ടായി ഇന്ത്യ ആകർഷകമായ കിഴിവുകളും ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. 2024 ഹുണ്ടായി അയോണിക് 5-ന് 7.05 ലക്ഷം രൂപ വരെ വൻ കിഴിവുണ്ട്. അതേസമയം 2025 പതിപ്പിന് 2.05 ലക്ഷം രൂപ വരെ ആനുകൂല്യങ്ങൾ ലഭിക്കും. ഓൾ ഇലക്ട്രിക് SUV നിലവിൽ ഒറ്റ വേരിയന്റിൽ ലഭ്യമാണ്. 46.05 ലക്ഷം രൂപയാണ് എക്സ് ഷോറൂം വില. ഹുണ്ടായി അയോണിക് പൂർണ്ണ ചാർജിൽ 631 കിലോമീറ്റർ റേഞ്ച് നൽകുന്നു. ഇതിന് റിയർ വീൽ ഡ്രൈവ് കോൺഫിഗറേഷൻ ലഭിക്കുന്നു. വെറും 18 മിനിറ്റിനുള്ളിൽ ബാറ്ററി 10% മുതൽ 80% വരെ ചാർജ് ചെയ്യാൻ കഴിയും. ഹുണ്ടായി അയോണിക് 5-ന് ഫ്ലാറ്റ് 4 ഫ്ലെക്സിബിൾ സീറ്റുകൾ, മൂവബിൾ സെന്റർ കൺസോൾ എന്നിവയുള്ള മിനിമലിസ്റ്റിക് ഇന്റീരിയർ ഡിസൈൻ ഉണ്ട്. ടച്ച് സ്ക്രീൻ, ഇൻഫോയ്മെന്റ്, ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്നിവയ്ക്ക് ഡുവൽ 12.3 ഇഞ്ച് സ്ക്രീനുകൾ, ADSS സ്യൂട്ട്, ഓർഗമെന്റഡ് റിയാലിറ്റി ഫംഗ്ഷനുള്ള ഹെഡ്സപ്പ് ഡിസ്പ്ലേ, വെഹിക്കിൾ ടു ലോഡ് ഫംഗ്ഷനാലിറ്റി, മറ്റ് നിരവധി പ്രീമിയം സവിശേഷതകൾ എന്നിവ EV വാഗ്ദാനം ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.